Greetings to you in the name of Lord and Savior Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. And I count it as a great privilege in my life to stand before you with the word of God. ദൈവവചനവുമായിട്ട് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാനായിട്ട് എനിക്ക് ലഭിച്ച ഈ സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. And I thank the church members and the elders that you have prayed for me, prayed for our families. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ച, കുടുംബമായിട്ട് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ച ഈ സഭയിലെ എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേകിച്ച് മുപ്പന്മാരെ സഹോദരന്മാരോടൊക്കെ നന്ദി അറിയിക്കുന്നു. Without any introduction, I would like to go to the message. ആമുഖം കൂടാതെ തന്നെ സന്ദേശത്തിലേക്ക് തിരിയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. The song which we sang, നമ്മളിപ്പോൾ പാടിയ പാട്ട്, that has a relation with the message which I have prepared. ഞാൻ ഒരുക്കി കൊണ്ടുവന്ന സന്ദേശവുമായിട്ട് വളരെ ബന്ധമുള്ള ഒരു പാട്ടാണ്. We do not know when Christ is going to come. നമ്മുടെ കർത്താവ് എപ്പോൾ മടങ്ങി വരുന്നു എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. And also we are not knowing the day in which we are going to enter into the Zion. We are not knowing when we are going to enter into the Zion very soon. നാം നിത്യതയിലേക്ക് കർത്താവിനോട് എപ്പോഴാണ് നാം ചേരുവാനായിട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. But we are going to run for the Lord. എന്നാൽ കർത്താവിന് വേണ്ടി നാം കർത്താവിനെ സേവിക്കുവാനായിട്ടുള്ള അവസരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. I put it in this way. ഞാൻ ഇങ്ങനെ പറയട്ടെ, entering the problems and run for God to acquire the spiritual edification. ഈ നാളുകളിൽ ആത്മീക പോഷണം ലഭിച്ച് കർത്താവിനെ സേവിപ്പാനായിട്ട് നമുക്ക് ഇടയായിത്തീരുന്നത്. So with that I would like to take to the passage that is Hebrews chapter 12 verse 1 to 3. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Hebrews chapter 12 verses 1 to 3. എബ്രായ ലേഖനം 12-ാം അധ്യായം ആദ്യത്തെ 3 വാക്യങ്ങൾ. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുകയും. When we understand about the book of Hebrews, എബ്രായ ലേഖനം നാം വായിക്കുമ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ we are not knowing that who is the author of the scripture. ഈ ലേഖനം ആരാണ് എഴുതിയത് എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. But there are scholars who have given certain suggestion. എന്നാൽ വേദപണ്ഡിതന്മാർ ചില അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. And they say it might be written by Apostle Paul. ചിലർ പറയുന്നു അപ്പോസ്തലനായ പൗലോസ് ആയിരിക്കാം എഴുതിയത്. Or Luke or Barnabas or Apollos. അല്ലെങ്കിൽ ഒരുപക്ഷെ ബർണബാസോ അപ്പൊല്ലോസോ ആയിരിക്കാം. But the scripture is not telling that who is the author of this epistle. എന്നാൽ ഈ ലേഖനത്തിൽ അതിന്റെ ലേഖനകർത്താവ് ആരാണെന്നുള്ള ആ ഒരു സൂചന നമുക്ക് ലഭിക്കുന്നില്ല. But one thing we are sure that God wants to speak to his believers. എന്നാൽ ദൈവം തന്റെ മക്കളോട് സംസാരിക്കാനായിട്ടുള്ള സന്ദേശമാണ് ഈ ലേഖനത്തിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത്. And we know who is the recipients of the scripture. ഈ ലേഖനം ആർക്കാണ് എഴുതിയത് എന്നും നമുക്ക് അറിഞ്ഞുകൂടാ. By the title we can understand that it is written to the Hebrews. ഇതിന്റെ ഈ ലേഖനത്തിന്റെ പേരിലൂടെ എബ്രായ വിശ്വാസികൾക്കായിരിക്കാം ഇത് എഴുതിയത് എന്ന് നാം അനുമാനിക്കുന്നു. The people who are believing Judaism and they have accepted the Lord Jesus Christ. യഹൂദ മതത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് വേർപെട്ട് വന്ന ആ ഒരു സമൂഹം. And they also face a certain persecution in the first century. ആദിമ നൂറ്റാണ്ടിൽ അവർ അനേക പീഡ അനുഭവിക്കാനായിട്ട് ഇടയായിത്തീർന്നു. It's not only by Roman government. അന്നുണ്ടായിരുന്ന റോമൻ ഗവൺമെന്റിൽ നിന്ന് മാത്രമല്ല, but also by the Jewish people. യഹൂദന്മാരിൽ നിന്നും പീഡ അനുഭവിക്കാനായിട്ട് ഇടയായിത്തീർന്നു. And by this persecution they had tried to go back to their own religion. അതുകൊണ്ട് ഈ പീഡ അനുഭവിച്ച ജനം മടങ്ങി തങ്ങളുടെ മതത്തിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിച്ചു. But the author want to make them sure that they should be kept in the faith in the Lord Jesus Christ. എന്നാൽ അവർ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന് ദൈവാത്മാവ് ഈ ലേഖനത്തിലൂടെ ആഗ്രഹിക്കുന്നു. From chapter 1 verse toward the 13 we are able to read and understand. 1 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളിൽ ഈ ഒരു ആശയമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. And the author has taken the Old Testament scripture in order to keep the faith in the New Testament believers. പഴയ നിയമത്തിൽ നിന്ന് അനേക സത്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട്
ഈ വിശ്വാസികളെ വിശ്വാസത്തിൽ നിലനിർത്തുവാനായിട്ടുള്ള പാഠങ്ങളാണ് ഈ ലേഖനത്തിൽ നമുക്കുടനീളം കാണുവാനായിട്ട് സാധിക്കുന്നത്. And in the first verse we read like this. ആദ്യത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുകയുണ്ടായി, Therefore we also, since we are surrounded by so great a cloud of witnesses. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്. With that I can make a statement that realize that you are not alone in the Christian race. നാം ഈ ക്രിസ്തീയ ഓട്ടക്കളത്തിൽ തനിയെ അല്ല എന്നുള്ള ഒരു മുഖവര ഞാൻ അതിനോട് ചേർത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. The word therefore is a connecting verse. ആകയാൽ അല്ലെങ്കിൽ അതുകൊണ്ട് എന്നുള്ള വാക്ക് നമുക്കറിയാം, അതിന്റെ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ ബന്ധപ്പെടുത്തുന്ന ഒരു വാക്കാണ്. It connects between the previous chapter as well as the following verses. കഴിഞ്ഞ അധ്യായത്തെയും ഇനി തുടർന്നു വരുന്ന വാക്യങ്ങളെയും ബന്ധപ്പെടുത്തുന്ന ഒരു വാക്കാണ് ആകയാൽ എന്നുള്ളത്. Chapter 11 is talking about the heroes of faith. 11ാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരെ കുറിച്ച് നാം The വായിക്കുന്നു. author is talking about the people who were lived by faith. ആ വിശ്വാസത്താൽ തങ്ങളുടെ ജീവിതം ജീവിച്ച ആ വിശ്വാസ വീരന്മാരെ കുറിച്ചാണ് അവിടെ നാം വായിക്കുന്നത്. And that need to be applied in the New Testament believers or the Hebrew believers. ഈ വലിയ സത്യം, ചരിത്ര സത്യം പുതിയ നിയമ വിശ്വാസികളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനായിട്ട് ആവശ്യമുണ്ട്. And here we read the words like witness. ഇവിടെ സാക്ഷികൾ എന്നുള്ളൊരു വാക്ക് നമ്മൾ കാണുന്നുണ്ട്. Yes, they are the witness. The people who were living by faith in the Old Testament, they were the witness for us. ആ പഴയ നിയമകാലത്ത് വിശ്വാസത്തിൽ വേണ്ടി ജീവിച്ച ആ വിശ്വാസ വീരന്മാരാണ് നമുക്ക് സാക്ഷികളായിട്ട് ഉള്ളത്. The author is encouraging the Jewish believers. ഈ ലേഖനകർത്താവ് യഹൂദ വിശ്വാസികളെ അവരെ പറഞ്ഞു ഓർപ്പിക്കുന്ന കാര്യം, You see how the Old Testament believers lived by faith. പഴയ നിയമ വിശ്വാസികൾ എങ്ങനെ വിശ്വാസത്തിന് വേണ്ടി ജീവിച്ചു എന്ന് അവരെ ഓർപ്പിക്കുകയാണ്. They were facing lot of problems. അവരെ അനേക പ്രതികൂലങ്ങളെ അവർ അഭിമുഖീകരിച്ചപ്പോഴും, They had the difficulties. അവർ അനേക പ്രയാസങ്ങൾ അഭിമുഖീകരിച്ചപ്പോഴും, But still they kept the faith in the Lord. അവർ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിലനിൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. And they stood for God. അവർ ദൈവത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുവാനായിട്ട് ഇടയായി. It is not necessary that you want to go back to your own religion. ഇനിയും പഴയ ആ മതത്തിന്റെ കാര്യങ്ങളിലേക്ക്, അടിമത്തത്തിലേക്ക് മടങ്ങി പോകുവാനായിട്ട് ആവശ്യമില്ല. But keep in faith in the Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിലെ വിശ്വാസത്തിൽ നിലനിൽക്കണം. So you are having the examples. ഇങ്ങനെയുള്ള പഴയ നിയമ ഉദാഹരണങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. So see them അത് നോക്കുക, and live like them. അത് നോക്കി അതനുസരിച്ച് ജീവിക്കുക. So we are surrounded by the great cloud of witnesses. ആ സാക്ഷികളുടെ വലിയൊരു സമൂഹമാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. Even in today's world, ഇന്നത്തെ ലോകത്തിലും we face a lot of problems. നാം അനേക പ്രതികൂലങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ്. Months before we were worshiping the Lord together. ചില മാസങ്ങൾക്ക് മുൻപ് നാം ഒരുമിച്ച് കൂടി വന്ന സഭയായി കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരുന്നു. And the hall is filled with the believers. ഈ ഹാളിൽ ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുകയായിരുന്നു. But now we are facing the social distancing. എന്നാൽ ഇപ്പോൾ നാം ശാരീരികമായിട്ടുള്ള അകലം പാലിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. Let's pray to the Lord നാം കർത്താവിനോട് പ്രാർത്ഥിക്കാം that this problem may be quickly vanished. എത്രയും പെട്ടെന്ന് ഈ കാര്യം മാറിപ്പോകണം. And we may worship the Lord together. നമുക്ക് ഒരുമിച്ച് കൂടി വന്ന് കർത്താവിനെ ആരാധിപ്പാൻ ഇടയാകണം. Realize that you are not alone in your Christian race. നാം ഈ ക്രിസ്തീയ ഓട്ടക്കളത്തിൽ നാം തനിയെ അല്ല എന്നുള്ള കാര്യം നാം ഓർക്കണം. That's the first thing. അതാണ് ഒന്നാമത്തെ കാര്യം. And the second thing, രണ്ടാമത്തെ കാര്യം, trim down your life or shape your life. നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുക. That we read in the second one, the preceding verse. അതിന്റെ മുകളിലുള്ള വാക്യങ്ങൾ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നു. Let us lay aside every weight and sin which is so ensnares us. നമുക്ക് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നാം ഓടുവാനായിട്ട് അവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നു. Here apostle means the author is not telling that you need to remove your sin. പാപത്തെ നീക്കുക എന്നാണ് അവിടെ പറയുന്നത്. But the author is telling, let us remove every weight that entangles us. നമ്മ മുറുകെ പറ്റുന്ന പാപം വിട്ട് കളയുവാനായിട്ട് ആവശ്യപ്പെടുന്നു. The previous chapter, the author is talking about the faith. 11ാം അധ്യായത്തിൽ വിശ്വാസത്തെ കുറിച്ചാണല്ലോ നമ്മൾ വായിക്കുന്നത്. And here he is talking certain sin. എന്നാൽ ഇവിടെ പാപങ്ങളെ കുറിച്ചാണ് പറയുന്നത്. It may be like a sin of unbelief. ഒരുപക്ഷെ അവിശ്വാസം എന്ന പാപമായിരിക്കാം.
because they were having the faith in the Lord Jesus Christ. അവർ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരാണ്. But because of the persecution, they were trying to go back to their own religion. എന്നാൽ പ്രതികൂലങ്ങൾ കാരണം അവരിപ്പോൾ മടങ്ങിപ്പോകുവാനായിട്ട് മതത്തിലേക്ക് മടങ്ങിപ്പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. But the author wants to encourage them. എന്നാൽ ദൈവാത്മാവ് അവരെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, It is not necessary that you need to go back to your own religion. നിങ്ങൾ മടങ്ങി പഴയ മതത്തിന്റെ കെട്ടുപാടിലേക്ക് പോകാനായിട്ട് ആവശ്യമില്ല. But you remove the weight that is entangling you. എന്നാൽ നിങ്ങളെ മുറുകെ പറ്റുന്ന ചില കാര്യങ്ങൾ അത് വിട്ടുകളയുക. As we know, these three verses are talking about the race of faith. ഈ 3 വാക്യങ്ങൾ വിശ്വാസ ഓട്ടത്തെ കുറിച്ചാണ് നമ്മെ ഓർപ്പിക്കുന്നത്. And when we understand a person who is running in the race, അപ്പോൾ ഇങ്ങനെ വിശ്വാസത്തിന്റെ ഓട്ടം ഓടിയ അപ്പോസ്തലന്മാരെ നാം ഓർക്കുമ്പോൾ, he is not carrying anything in his body to run in the race. ഈ ഓട്ടക്കളത്തിൽ ആയിരിക്കുന്ന ആളുകൾ എന്തെങ്കിലും ഭാരവും വഹിച്ചുകൊണ്ടല്ല ഓടുന്നത്. If he is carrying certain thing that is entangling him, അങ്ങനെ മുറുകെ പിടിക്കുന്ന എന്തെങ്കിലും ഭാരവും വെച്ചുകൊണ്ടാണ് ഈ ഓട്ടക്കളത്തിൽ ഓടുന്നതെങ്കിൽ, it's not possible for him to get the victory. ആ ഓടുന്ന വ്യക്തിക്ക് വിജയം പ്രാപിക്കുവാനായിട്ട് സാധിക്കുകയില്ല. But he will leave everything away. അതുകൊണ്ട് ഓട്ടക്കളത്തിൽ ഓടുന്നവൻ എല്ലാ ഭാരവും മാറ്റി വെച്ചിട്ടാണ് ഓടുന്നത്. Except the things which is easy for him to carry to get the victory. വിജയത്തിലേക്ക് തന്നെ സഹായിക്കുന്ന അത്യാവശ്യ കാര്യങ്ങൾ മാത്രം ആണ് താൻ വഹിക്കുന്നത്. It's in the same way, അതേപോലെ തന്നെ when we run in the Christian race, ഈ ക്രിസ്തീയ ഓട്ടക്കളത്തിൽ നാം ആയിരിക്കുമ്പോൾ we may be facing a lot of problems. അനേക പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ നാം അഭിമുഖീകരിച്ചേക്കാം. That may be a burden for us. അത് നമുക്കൊരു ഭാരമായി തീർന്നേക്കാം. If we run the race with this burden, ഈ ഭാരങ്ങളുമായിട്ട് നാം ഈ ഓട്ടത്തിൽ മുന്നോട്ട് ഓടിയാൽ it is not possible for us to get victory. നമുക്ക് വിജയിക്കുവാനായിട്ട് സാധിക്കുകയില്ല. So if I want to get victory in the Christian race, അതുകൊണ്ട് ക്രിസ്തീയ ഓട്ടത്തിൽ വിജയിക്കുവാനായിട്ട് ആവശ്യമായിരിക്കുന്നത്, I should leave away everything. ഈ ഇങ്ങനെയുള്ള ഭാരങ്ങളൊക്കെയും വിട്ടുകളയാനായിട്ട് ആവശ്യമുണ്ട്. As Jesus told like this, കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, cast all your burden നിങ്ങളുടെ സകല ചിന്താകുലവും upon Jesus, അവന്റെ മേൽ ഇട്ടുകൊള്ളുവാനായിട്ട് നമ്മോട് പറഞ്ഞിരിക്കുകയാണ്. and he cares for you. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ, Yes, he is caring us. അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവ് He is നമുക്കുണ്ട്. encouraging us. അവൻ നമ്മെ ആശ്വസിപ്പിക്കുന്നവനാണ്. So if I want to run in the Christian race, അതുകൊണ്ട് ഈ ക്രിസ്തീയ ഓട്ടക്കളത്തിൽ നാം ആയിരിക്കുമ്പോൾ I should leave away everything. എല്ലാ ഭാരവും വിട്ടുകളയാനായിട്ട് ആവശ്യമുണ്ട്. Then only I can get the victory. എങ്കിൽ മാത്രമേ വിജയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. And the third point is, മൂന്നാമത്തെ കാര്യം, the first verse, the last part. ഒന്നാം വാക്യത്തിന്റെ ഒടുവിൽ നാം ഇങ്ങനെ കാണുന്നു, let us run with endurance the race that is set before us. നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. Run the right race with endurance. ശരിയായ ഓട്ടം സ്ഥിരതയോടെ ഓടുക. How can I run with endurance? എങ്ങനെയാണ് സ്ഥിരതയോടെ ഓടുവാൻ സാധിക്കുന്നത്? And how can I choose the right race? എങ്ങനെയാണ് ശരിയായ ഓട്ടത്തിലാണ് ഞാൻ ആയിരിക്കുന്നതെന്ന് തിരഞ്ഞെടുക്കുവാൻ സാധിക്കുന്നത്? So we know a lot of doctrines have arisen in today's world. ഇന്ന് നമുക്കറിയാം, അനേക കാര്യങ്ങൾ നാം കേൾക്കുന്നവരാണ് നമുക്ക് ചുറ്റും. And the scripture is with us. ദൈവവചനം നമ്മുടെ കൂടെയുണ്ട്. How am I choosing? നമ്മൾ എന്താണ് തിരഞ്ഞെടുക്കുന്നത്? Yes, the first century believers, ആദ്യ നൂറ്റാണ്ടിലുള്ള വിശ്വാസികൾ, they were also facing a lot of problems. അവരും പ്രതികൂലങ്ങൾ അനേകം അവർ അഭിമുഖീകരിച്ചിട്ടുണ്ട്. The trials, പരീക്ഷണങ്ങൾ, difficulties, ബുദ്ധിമുട്ടുകൾ, everything they were facing. അവർ അങ്ങനെയുള്ള അനേക കാര്യങ്ങൾ അഭിമുഖീകരിക്കാനായിട്ട് ഇടയായിത്തീർന്നു. But the author is encouraging them. എന്നാൽ ദൈവാത്മാവ് അവരോട് പറയുകയാണ്, Run the race with endurance. സ്ഥിരതയോടെ ഓടുക. So when we read the previous chapter, ഈ 11-ാം അധ്യായം നാം വായിക്കുമ്പോൾ there are at least 21 times the word mentioned is faith. അവിടെ ഏകദേശം 21 തവണ വിശ്വാസം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് കാണുന്നു. Abel lived by faith. ആബേൽ വിശ്വാസത്താൽ ജീവിച്ചു. Enoch lived by faith. ആനോക്ക് വിശ്വാസത്താൽ ജീവിച്ചു. And Abraham, Moses and everyone, they were living by faith. അബ്രഹാം, മോശ മുതലായവരൊക്കെ വിശ്വാസത്താലാണ് ജീവിച്ചത്. Even though they were facing the difficulties, പ്രതികൂലങ്ങൾ അവർ അഭിമുഖീകരിച്ചെങ്കിൽ തന്നെയും still they were having the faith with the endurance. അവര് ആ വിശ്വാസത്തോടു കൂടെ, ആ സ്ഥിരതയോടു കൂടെ മുന്നോട്ട് പോകുവാനായിട്ട് ഇടയായി തീർന്നു. And
and they were running with endurance. അവർ സ്ഥിരതയോടുകൂടെ ഓട്ടം ഓടുവാനായിട്ടിടയായി തീർന്നു. Think about Apostle Paul. അപ്പോസ്തലൻ പൗലോസിനെ കുറിച്ച് നോക്കുക. In his final years of his death, തന്റെ ആ ഒടുവിലത്തെ നാളുകളിൽ he was trying to encourage his disciple, that is Timothy. തന്റെ പ്രിയ മകനായ തിമോത്തിയോസിനെ പൗലോസ് പ്രോത്സാഹിപ്പിക്കുകയാണ്, അവനോട് പറയുകയാണ്. In 2 Timothy chapter 4 verse 7, he said like this. 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. I have fought a good fight. ഞാൻ നല്ല പോർ പൊരുതു. I have finished the race. ഞാൻ എൻ്റെ ഓട്ടം തികച്ചു. I have kept the faith. ഞാൻ വിശ്വാസം കാത്തു. Yes, that is true. അത് സത്യമാണ്. When we understand about the life of Apostle Paul, അപ്പോസ്തലൻ പൗലോസിന്റെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ, you know, he was a Jew. താനൊരു യഹൂദനായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. He was the person who was working against the Christians. താൻ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. It was before his conversion. താൻ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് അങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്. But after his conversion, എന്നാൽ താൻ കർത്താവിനെ കണ്ടുമുട്ടിയതിനു ശേഷം he was living for God. താൻ കർത്താവിന് വേണ്ടി ജീവിക്കാനായിട്ടിടയായി. He was definitely working for God, for his ministry and his commitment. കർത്താവിന് വേണ്ടിയും തനിക്ക് ലഭിച്ച ശുശ്രൂഷയ്ക്ക് വേണ്ടിയും തനിക്ക് തന്റെ സമർപ്പണത്തോടു കൂടി ജീവിക്കാനായിട്ടിടയായി തീർന്നു. For him also, he was facing a lot of problems. അനേക പ്രതികൂലങ്ങളെ താൻ അഭിമുഖീകരിച്ചു. But he said, എന്നാൽ താൻ ഇങ്ങനെ പറഞ്ഞു, I have fought a good fight. ഞാൻ നല്ല പോർ പൊരുതു. I have finished the race. ഞാൻ ഓട്ടം തികച്ചു. I have kept the faith. വിശ്വാസം കാത്തു. What a statement that Apostle Paul made. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്കുകളാണത്. He was running the race with endurance. സ്ഥിരതയോടുകൂടെ ആ ഓട്ടം ഓടുവാനായിട്ട് തനിക്കിടയായി തീർന്നു. That is the reason why he could accomplish his race. അതുകൊണ്ടാണ് തന്റെ ഓട്ടം തികയ്ക്കുവാനായിട്ട് ഇടയായി തീർന്നത്. As we live in today's world, പ്രിയമുള്ളവരെ, നാം ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ we also should run the race with endurance. നാം നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ ആവശ്യമുണ്ട്. Leave away all the difficulties എല്ലാ ഭാരവും വിട്ടുകളഞ്ഞുകൊണ്ട് and look at Jesus Christ. യേശു കർത്താവിനെ നോക്കിക്കൊണ്ട് And read the next two verses. അടുത്ത വാക്യം വായിക്കുക. Here we read like this. നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. Looking unto Jesus, യേശു കർത്താവിനെ നോക്കുക, the author and the finisher of our faith, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു, who for the joy that was set before him തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് and he entered the cross, അപമാനം അലക്ഷ്യമാക്കി, and despising the shame, അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ and സഹിച്ചു, sat down at the right hand of the throne of God. ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരുന്നു. Our life, as we are running in the race, ഈ ഓട്ടക്കളത്തിൽ നാം ആയിരിക്കുമ്പോൾ we need to focus on Christ. നാം യേശു കർത്താവിനെ നോക്കുവാനായിട്ട് ആവശ്യമുണ്ട്. Our goal is to reach Christ. യേശു കർത്താവിനെ പോലെ ആകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. In order to reach Christ, ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാനായിട്ട് what we are having, എന്താണ് നമുക്കുള്ളത്? here Christ says, ഇവിടെ നാം വായിക്കുന്നത്, or the author says like this, ദൈവാത്മാവ് ഇങ്ങനെയാണ് ഓർപ്പിക്കുന്നത്, he is the author and he is the finisher of the race. നമ്മുടെ ഓട്ടം ആരംഭിക്കുന്നതും അതിന്റെ പൂർത്തീകരണവും യേശു കർത്താവാണ്. When we believe in the Lord Jesus Christ, നാം കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ that moment itself he is living in us. കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് ആ നിമിഷം തന്നെ കടന്നു വന്നു. And as we are running in the spiritual race, നാം അതിന് ശേഷം ഈ ക്രിസ്തീയ ഓട്ടക്കളത്തിൽ മുന്നോട്ട് ഓടുമ്പോൾ from that moment onwards he is with us. നാം വിശ്വസിച്ച ആ നിമിഷം മുതൽ യേശു കർത്താവ് നമ്മിൽ ഉണ്ട്. In my spiritual life, എന്റെ ആത്മീയ ജീവിതത്തിൽ when I fall down, ഞാൻ എന്റെ ജീവിതത്തിൽ വീഴ്ച സംഭവിക്കുമ്പോൾ it is he who picks me up, അവനാണ് എന്നെ എഴുന്നേൽപ്പിക്കുന്നത്. because he is the author of my race. അവനാണ് എന്റെ വിശ്വാസത്തിന്റെ നായകൻ ആയിരിക്കുന്നത്. He is the author of our race. അവനാണ് നമ്മുടെ ഈ ഓട്ടത്തിൽ നായകനായിരിക്കുന്നത്. And the goal is set before me, എനിക്കൊരു ലക്ഷ്യസ്ഥാനമുണ്ട്. and I need to reach that one. ആ ലക്ഷ്യം എത്തുവാനായിട്ട് ആവശ്യമുണ്ട്. In that also the Christ is helping me, ആ കാര്യത്തിനും എന്നെ സഹായിക്കുന്നത് യേശു കർത്താവാണ്. because he is the finisher of the race. കാരണം അവനാണ് പൂർത്തി വരുത്തുന്നവൻ. It is Christ who is the beginning the race, ഈ ഓട്ടത്തിന്റെ നായകൻ അവനാണ്. and it is the Christ who ends the race. അതിന്റെ പൂർത്തീകരണവും യേശു കർത്താവ് തന്നെയാണ്. And in that I am the partaker and I am running with the Lord Jesus Christ. ആ വലിയ ഓട്ടക്കളത്തിൽ എനിക്ക് പങ്കു ലഭിച്ചിരിക്കുകയാണ്. ഞാൻ അവനോട് ചേർന്ന് ഓടുകയാണ്. In order to edify my spiritual life, എന്റെ ആത്മീയ ജീവിതത്തിൽ എന്നെ ശക്തിപ്പെടുത്തുവാൻ the Christ's presence should be in me. യേശു കർത്താവിന്റെ സാന്നിധ്യം എന്നോട് കൂടെയുണ്ട്. Then I can run the race perfectly. ഈ ഓട്ടം
നന്നായി ഓടുവാനായിട്ട് എന്നെ സഹായിക്കുന്നു. So the author is encouraging the first century believers. അതുകൊണ്ട് ദൈവാത്മാവ് ഇവിടെ വിശ്വാസികളെ ഓർപ്പിക്കുകയാണ്, You look at Jesus Christ, യേശു കർത്താവിനെ നോക്കുക, because he bore the shame for us. നമുക്ക് വേണ്ടി നിന്ന സഹിച്ച, അപമാനം സഹിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ. And he sat at the right hand of the Father or the throne of God. ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നവനായ യേശു കർത്താവ്, Even though he was faced shame before because of us. നാം മുഖാന്തരം അവൻ നമുക്ക് വേണ്ടി അപമാനം സഹിക്കേണ്ടി വന്നുവെങ്കിൽ തന്നെയും Today he is sitting at the right hand of the Father. ഇന്ന് പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി അവൻ ആയിരിക്കുന്നു. Same way, ആ നിലയിൽ തന്നെ as we are running the race, നാം ഈ ഓട്ടത്തിൽ മുന്നോട്ട് ഓടുമ്പോൾ it is Christ who begins the race. അവനാണ് നമ്മുടെ ഓട്ടത്തിന്റെ ആരംഭം അല്ലെങ്കിൽ നായകൻ. And he is the person who ends the race. അവനാണ് നമ്മുടെ ഓട്ടത്തിന്റെ പൂർത്തീകരണം. And the last thing, ഒടുവിലായിട്ട് this is the third verse. മൂന്നാമത്തെ വാക്യം, For consider him who endured such hostility from sinners against himself, lest you become weary and discouraged in your souls. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. I should consider this Jesus Christ. ഈ യേശു കർത്താവിനെ ഞാൻ ശ്രദ്ധിച്ച് ധ്യാനിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. In Malayalam it is said that meditate on him. മലയാളത്തിൽ വായിക്കുന്ന അവനെ ധ്യാനിപ്പിൻ എന്നുള്ളതാണ്. And when I read Tamil Bible, it says that remember him. തമിഴിൽ അവനെ ഓർക്കുക എന്നുള്ളതാണ് വായിക്കുന്നത്. Yes, it is. We need to meditate on this Jesus Christ. ഈ യേശു കർത്താവിനെ നാം ധ്യാനിക്കുവാൻ ആവശ്യമുണ്ട്. And we need to remember him. അവനെ നാം ഓർക്കുവാൻ ആവശ്യമുണ്ട്. I should not be weary. ഞാൻ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ, And I should not be discouraged. ഞാൻ പിന്മാറി പോകാതിരിപ്പാൻ, For that I need to consider this Lord Jesus Christ. ഈ യേശു കർത്താവിനെ ഞാൻ ശ്രദ്ധിച്ച് നോക്കുവാൻ ആവശ്യമുണ്ട്. Or I need to meditate upon him. അവനെ ഞാൻ ധ്യാനിക്കുവാൻ ആവശ്യമുണ്ട്. I need to remember him. അവനെ ഞാൻ ഓർക്കുവാൻ ആവശ്യമുണ്ട്. The good work that he has done on the cross of Calvary. യേശു കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിൽ എന്ത് നിവർത്തിച്ചു എന്നുള്ളത് ഞാൻ ഓർക്കണം. Things he is doing in day-to-day life. ഓരോ ദിവസവും എനിക്ക് വേണ്ടി കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഞാൻ ഓർക്കണം. I need to remember and I need to meditate upon him. അത് ഞാൻ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുവാനായിട്ട് ആവശ്യമുണ്ട്. And Hebrews chapter 3 verse 1 says like this. എബ്രായ ലേഖനം തന്നെ 3:1 നാം ഇങ്ങനെ വായിക്കുന്നു, Consider him the apostle and the high priest. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവേ. Yes, he is the apostle. അവൻ അപ്പോസ്തലനാണ്. We know Jesus Christ chose nearly 12 apostles. നമുക്കറിയാം യേശു കർത്താവ് 12 അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്തു. But he is the apostle എന്നാൽ അവൻ അപ്പോസ്തലനാണ്. because he was sent by God. അവൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്. Not he is chosen by God. ദൈവത്താൽ It is തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. the Lord Jesus Christ who was sent by God and he is the apostle. ആ ദൈവത്താൽ അയക്കപ്പെട്ട അപ്പോസ്തലനാണ് കർത്താവായ യേശു ക്രിസ്തു. And he is the high priest. എന്ന് മാത്രമല്ല അവൻ നമ്മുടെ മഹാപുരോഹിതനാണ്. It is not that Christ who sacrificed the animals. ആ മൃഗങ്ങളുടെ, ആടുകളുടെയും കാളകളുടെയും രക്തത്താൽ അല്ല അവൻ യാഗം അർപ്പിച്ചത്. He sacrificed himself. അവൻ തന്നെത്താൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. We need to consider him. നാം അവനെ ശ്രദ്ധിച്ച് ഓർക്കുവാനായിട്ട് ആവശ്യമുണ്ട്. We need to meditate upon him and we need to remember him. അവനെ നാം ധ്യാനിക്കുവാൻ ആവശ്യമുണ്ട്. അവനെ നാം ഓർക്കുവാനായിട്ട് ആവശ്യമുണ്ട്. Dear brothers and sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, we are facing difficulties in today's world. ഇന്ന് നാം പല പ്രതികൂലങ്ങളും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. The sickness which is spread everywhere. ഇന്ന് ആഗോളതലത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ രോഗാവസ്ഥ, It is separated us. അത് നമ്മെ വേർതിരിച്ചിരിക്കുകയാണ്. And we are having the social distancing. നാം അന്യോന്യം അകലം പാലിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. Is this disease separated me from God? എന്നാൽ ഈ രോഗം എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുവാനായിട്ട് ഇടയായിട്ടുണ്ടോ? Or am I facing the problems? ഞാൻ അങ്ങനെയുള്ള പ്രയാസങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടോ? If I keep the social distance from God, ദൈവത്തിൽ നിന്ന് ഞാൻ അങ്ങനെ അകലം പാലിച്ചാൽ, let us come back. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തിലേക്ക് ഒന്ന് മടങ്ങി വരാം. And any problem we face, നാം അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നങ്ങളും ആയിക്കൊള്ളട്ടെ, we have the Lord Jesus Christ before us. നമ്മുടെ മുൻപിൽ
യേശു കർത്താവ് നമുക്ക് വേണ്ടി ഉണ്ട്. So in order to have a spiritual edification in my life or in Christian race, അതുകൊണ്ട് നമ്മുടെ ഈ ആത്മീയ ജീവിതത്തിൽ നമുക്ക് പോഷണം ലഭിപ്പാൻ, ഈ ഓട്ടക്കളത്തിൽ നമുക്ക് ശക്തി ലഭിപ്പാൻ, first of all we need to realize that we are not alone in the Christian race. ഒന്ന് നാം അറിയേണ്ടത് ഈ ഓട്ടത്തിൽ നാം തനിയെ അല്ല എന്നുള്ളതാണ്. We have the examples or the witness which we saw in the first chapter 11. ഈ ഇതിന്റെ 11-ാം അധ്യായത്തിൽ നാം കാണുന്ന സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നമ്മോട് കൂടെയുണ്ട്. Take the example that how they have lived അവരെങ്ങനെ ജീവിച്ചു എന്നുള്ളത് നമുക്ക് പരിശോധിക്കാനായിട്ട് സാധിക്കും. and how they stood for God. അവരെങ്ങനെ ദൈവത്തിന് വേണ്ടി നിന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. Same thing will apply in our life. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്കത് പ്രായോഗികമാക്കുവാനായിട്ട് സാധിക്കുന്നു. Or if anything is entangling us, any sin or any weight, നമ്മെ മുറുകെ പറ്റുന്ന എന്തെങ്കിലും പാപമോ ഭാരമോ ഉണ്ടെങ്കിൽ let us remove everything away അതെല്ലാം നമുക്ക് വിട്ടുകളഞ്ഞ് and run the race with endurance. നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ ഇടയായി And തീരട്ടെ. our aim is Christ Jesus. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് യേശു കർത്താവാണ്. We need to reach him ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തുവാനായിട്ട് ആവശ്യമുണ്ട്. and we need to consider him. അവനെ നാം ശ്രദ്ധിച്ചു നോക്കുവാൻ ആവശ്യം. Because the Christian, some certain time Christian, we are not living according to the scripture. ചിലപ്പോഴൊക്കെ നാം ദൈവവചന പ്രകാരം അല്ലല്ലോ നാം ജീവിക്കുന്നത്. When we face the problems, പ്രതികൂലങ്ങൾ നാം അഭിമുഖീകരിക്കുമ്പോൾ we forget God. നാം ദൈവത്തെ മറന്നു പോകുന്നവരാണ്. We should not be like this. നാം അങ്ങനെ ആയി തീരരുത്. Let us run the race with endurance. നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ നമുക്ക് ഓടാം. In order to edify my spiritual life, എൻ്റെ ആത്മീയ ജീവിതത്തിൽ ശക്തി പ്രാപിച്ചുകൊണ്ട് we know that Christ is with us. യേശു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. He will encourage us when I fall down. ഞാൻ എൻ്റെ ജീവിതത്തിൽ വീഴ്ച സംഭവിക്കുമ്പോൾ അവൻ എന്നെ ബലപ്പെടുത്തുന്നവനാണ്, എന്നെ എഴുന്നേൽപ്പിക്കുന്നവനാണ്. And he will lift me up. അവൻ എന്നെ എഴുന്നേൽപ്പിക്കുന്നു. May his name be glorified. അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാണ്. And I thank the church that you have given me the opportunity to share the word of God. വചനം ശുശ്രൂഷിപ്പാൻ എനിക്ക് നൽകിയ അവസരത്തിനായിട്ട് ഞാൻ സഭയോട് നന്ദി അറിയിക്കുന്നു. And to continually pray for us that we have the desire to go to North India to do ministry in certain time. വടക്കേ ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോയി അവിടെ കർത്താവിൻ്റെ വേല ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. But because of the situation, it's not able. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യാത്ര ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. Please remember in your prayer, and we are also praying for you. ഞങ്ങൾ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർത്ത് നിങ്ങളും പ്രാർത്ഥിക്കുക, ഞങ്ങളും നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. Thank you. സ്വർഗീയ പിതാവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നല്ലൊരു സന്ദേശം ടോണി ബ്രദറിലൂടെ കേൾപ്പിക്കുവാൻ കർത്താവിന് പ്രസാദം തോന്നിയതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. നിങ്ങളുടെ ദാസന് വചനം കൊടുത്തതുകൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ ഡോക്ടർ റോളൻഡിനെ സഹായിച്ചതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് വിശ്വാസത്തിൻ്റെ ജീവിതം നയിപ്പാൻ തക്കവണ്ണം ഈ മരുഭൂമിയിൽ ആവശ്യമായ എല്ലാ കൃപയും ഞങ്ങൾക്ക് നൽകണം. ലോകത്തെയോ ലോകത്തിലുള്ളതെയോ നോക്കാതെ കർത്താവിനെ നോക്കുവാൻ, യേശുവിനെ നോക്കുവാൻ, മുറുകെ പറ്റുന്ന പാപം ഭാരം അതെല്ലാം വിട്ടുകളയേണ്ടത് വിട്ടുകളയുവാൻ, കർത്താവിനെ നോക്കിക്കൊണ്ട് മുൻപോട്ട് ഓടുവാൻ ആവശ്യമായ കൃപ നൽകണം. ഒരിക്കൽ ശിഷ്യന്മാർ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം എന്ന് അവർ പ്രാർത്ഥിക്കുകയുണ്ടായി. കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ തിരുവെഴുത്തിൽ ഞങ്ങൾ വായിക്കുന്നത്, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്നൊരു വലിയ ചോദ്യം ഞങ്ങൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തിൽ മടുക്കാതെ, വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ, കർത്താവിൽ ചാരിക്കൊണ്ട്, കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട്, വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തിൽ മുന്നേറുവാൻ തക്കവണ്ണം, വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം, വിശ്വാസം വർദ്ധിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് സംഗതിയാക്കി തീർക്കണം, സഹായിക്കണം എന്ന് ഞങ്ങൾ വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. ഇത്രയും സഹോദരി സഹോദരന്മാരെ അവിടുന്ന് കൂട്ടി വരുത്തിയതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. അങ്ങയുടെ വിലപ്പെട്ട സാന്നിധ്യം ഞങ്ങളുടെ മധ്യ ഉള്ളതുകൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെ 8:30 മുതൽ 10 മണി വരെയും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവജനത്തെ അവിടുന്ന് സഹായിച്ചു. ഇപ്പോൾ 10:30 മുതൽ 12 വരെയുള്ള സമയത്തും ദൈവജനത്തിന് കടന്നു വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, വചനം കേൾക്കുവാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ, കർത്താവിനെ ആരാധിപ്പാൻ, കർത്താവിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിപ്പാൻ ദൈവജനത്തെ ബലപ്പെടുത്തിയതുകൊണ്ട്, കൂട്ടിക്കൊണ്ടുവന്നതുകൊണ്ട്, സമാധാനം നൽകിയതുകൊണ്ട്, സ്വാതന്ത്ര്യം നൽകിയതുകൊണ്ട്, തന്ന എല്ലാവിധ കൃപകൾക്കായി
തിരുനാമത്തിന് സ്തോത്രം. കർത്താവ്, ഈ സ്ഥലം സഭയെ അവിടുന്ന് ധാരാളമായി അനുഗ്രഹിക്കണം. കടന്നു വരാൻ കഴിയാത്ത പ്രായമുള്ള ഞങ്ങളുടെ സഹോദരന്മാരുണ്ട്. MP ഗോളിച്ചായനും അതുപോലെ തന്നെ SA ജോണിച്ചേട്ടനും ആന്റണിയേട്ടൻ, അതുപോലെ പ്രായമുള്ള അനേക സഹോദരന്മാർ, അവർക്കൊന്നും വരാൻ കഴിയുന്നില്ല. അതിനുള്ള വഴികളും വാതിലുകളും അവിടുന്ന് തുറക്കണം. ദൈവജനം എല്ലാവരും കടന്നു വന്ന് കുഞ്ഞുങ്ങളോട് ചേർന്ന് എല്ലാവരും ചേർന്ന് കർത്തൃമേശയോടുകൂടെ ഞങ്ങൾ ഓർത്തതുപോലെ കർത്താവിനെ ആരാധിപ്പാനുള്ള സാവകാശം ഞങ്ങൾക്ക് നൽകണം, സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് നൽകണം എന്ന് വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. വ്യാഴാഴ്ച നടക്കുന്ന ബൈബിൾ സ്റ്റഡി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസൻ ലിജോയ്സ് ബാബുവിന് കർത്താവെ ക്ലാസ് എടുപ്പാൻ ആവശ്യമായ എല്ലാ കൃപയും നൽകണം. ചൊവ്വാഴ്ച നടക്കുന്ന പ്രാർത്ഥന കൂടിവരവിലേക്കും ദൈവജനം കൂടുതൽ കടന്നു വന്ന് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണം. ശങ്കരനാരായണൻ സഹോദരനെ ഓർക്കുന്നു. അങ്ങയുടെ ദാസൻ്റെ വേലയെ അവിടുന്ന് ഓർക്കണം, സഹായിക്കണം. ചീരൻ ജോണിച്ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്ഷീണത്തിൽ കഴിയുന്നു എന്ന് ഞങ്ങൾ കേൾക്കുകയുണ്ടായി. ആവശ്യമായ കൃപ കൊടുക്കണം. സൈലസങ്ങളിലെ ആൻറ്റി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജിമ്മിച്ചായനെയും അറിയാമേച്ചി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. റോസ് ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൽസി ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബോബി അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ജോൺസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഏലിമെഴുത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചന്ദ്രബോസ് സഹോദരനും ലേയ സഹോദരിയും ഗൾഫിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ട്. അവർക്ക് ആവശ്യമായ കൃപ കൊടുത്ത് അവിടുന്ന് സഹായിക്കണം. ജോമി മൈക്കിളുടെ ഭാര്യ സഹോദരിയും കുഞ്ഞുങ്ങളും കടന്നു വന്നിട്ടുണ്ട്. അവർക്ക് ആവശ്യമായ കൃപ കൊടുക്കണം. അതുപോലെ ഇവിടെ അനൗൺസ് ചെയ്ത സുവിശേഷകന്മാർ, അവർക്ക് കർത്താവെ സാമ്പത്തികമായി സഹായിപ്പാൻ തക്കവണ്ണം ഈ സഭയെ ബലപ്പെടുത്തിയതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്ന എല്ലാ ദാസന്മാരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനാഥർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിധവമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞെരുക്കം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിലുള്ള എല്ലാ സഹോദരന്മാരെയും കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സൺഡേ സ്കൂൾ തുടങ്ങേണ്ടതായിട്ടുണ്ട്. കോട്ടേജ് മീറ്റിംഗ് ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. മറ്റ് പല ശുശ്രൂഷകളും കർത്താവെ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. ഈ സഭയിലുള്ള എല്ലാ സഹോദരന്മാർക്കും ആവശ്യമായ എല്ലാ കൃപയും നൽകണം. സ്നാന ശുശ്രൂഷയും നടത്തേണ്ടതായിട്ടുണ്ട്. അതിനുള്ള വഴികളും വാതിലുകളും അവിടുന്ന് തുറന്നു തരണം. സഭയെ അനുഗ്രഹിക്കണം. ദേശത്ത് ഈ സ്ഥലം സഭയെ അവിടുന്ന് നിലനിർത്തണം. ദൈവജനത്തെ അവിടുന്ന് ആത്മീകമായും ഭൗമികമായും അവിടുന്ന് അനുഗ്രഹിക്കണം എന്ന് ഞങ്ങൾ വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. വടക്കേ ഇന്ത്യയിലും നോർത്ത് ഈസ്റ്റിലും കർത്താവിൻ്റെ വയൽപ്രദേശത്ത് അധ്വാനിക്കുന്ന ഒത്തിരി ദൈവദാസന്മാരുണ്ട്. വളരെ ഞെരുക്കത്തിൽ കഴിയുന്നവരുണ്ട്, ഭാരത്തിൽ ക്ഷീണത്തിൽ കഴിയുന്നവരുണ്ട്. അങ്ങനെയുള്ളവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ സ്ഥലം സഭയിൽ നിന്ന് വെളിയിൽ പോയിട്ടുള്ള പലരും ബഹറിലും മറ്റ് രാജ്യങ്ങളിലുണ്ട്, അമേരിക്കയിലുണ്ട്. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കും ആവശ്യമായ എല്ലാ കൃപയും അവിടുന്ന് നൽകണം. തന്നെല്ലാ നല്ല ദാനങ്ങൾക്കായി തിരുനാമത്തിന് സ്തോത്രം. ഇത്രയും സഹോദരന്മാരെ കൂട്ടിവരുത്തിയതുകൊണ്ട് സ്തോത്രം. തന്നെല്ലാ കൃപകൾക്കായി തിരുനാമത്തിന് സ്തോത്രം. വരുന്ന ദിവസങ്ങളിൽ ആവശ്യമായ കൃപ തന്ന് ഞങ്ങളെ നടത്തണം. ഇപ്പോൾ ഞങ്ങൾ പിരിയാത്ത സാന്നിധ്യം അടിയങ്ങളോടുകൂടെ പോരണമേ. തിരുനാമത്തെ മഹത്വപ്പെടുത്തണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയുണ്ടായി കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നാം എല്ലാവരോടും ദൈവവചനം ശുശ്രൂഷിച്ച അങ്ങയുടെ ദാസനോട് കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.